അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിത് ഒരു യാത്രയിലാണ്. സമയം ഇപ്പോൾ ഒരു 4:30-5 മണി ഒക്കെ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. 4:30 സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുത്തില്ല, ഇരുട്ടായി കാണാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടിയുടെ സൈഡിൽ നിർത്തിയേക്കണം. സുബഹ് നേരമായിട്ടുണ്ട്, വാങ്ങ കൊടുത്തു. 6 മണി നേരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിത് നേരെ പോവാണ്. എങ്ങടാന്നല്ല, വാഗമണ്ണാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി പോണ വഴിക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയും കയറി ഒന്ന് കാണണം എന്നുള്ളൊരു പ്ലാനുണ്ട്. ഞങ്ങൾ നന്നായി വിശന്ന് തുടങ്ങി. നേരത്തെ ചായ ഒന്നും കുടിച്ചിട്ട്, നേരത്തെ പോകുന്നില്ലേ, ഒരു കാലിച്ചായ മാത്രം കുടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടപ്പോൾ അങ്ങനെ നിർത്തി ചായ കുടിക്കാനായിട്ട്. ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചു. ഞങ്ങൾ കോട്ടയം ഇല്ലിക്കൽ കല്ല് കുറേ ആയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഇല്ലിക്കൽ കല്ല് അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്, ഇല്ലിക്കൽ കല്ല്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. എന്താ പറയുക, നല്ല ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത്. ഞങ്ങൾ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ അധികം ദൂരമൊന്നുമില്ല, കോട്ടയം വാഗമണ്ണിക്കൊന്നും അധികം ദൂരമില്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഇല്ലിക്കൽ കല്ലും പോയി. പിന്നെ അവിടെ നിന്ന് നേരെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ശേഷം പിന്നെ അവിടെ നിന്ന് ഇലവീഴ പൂഞ്ചിറ ഉണ്ട്, അവിടേക്കും പോയി. അപ്പോൾ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെയായിട്ട് പോണ എന്തെങ്ങനെ ഇരിക്കുന്നത്? മറ്റേ ആസ്പത്രികളാ ഞാൻ അതിലൊക്കെ ആസ്പത്രി പിന്നെ പോരിട്ട് പിന്നെ മേടിച്ചു പിന്നെ ഇവിടെ പോലെ ചാടി അത് പൊട്ടി വീണു മെഡിക്കൽ നീ കൂട്ടിയിരുന്നാ
ആൾക്കാർ കേൾക്കട്ടോ. നെല്ലിക്കൽക്കല്ലൊക്കെ എത്തി. ഞങ്ങളിവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ജീപ്പ് വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഇവിടെ. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോകണമെങ്കിൽ നടന്ന് പോവാം. അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഒരു ജീപ്പ് അവിടെ പറഞ്ഞയക്കാനാണ്. അപ്പോൾ ജീപ്പ് പറഞ്ഞയച്ചപ്പോൾ ഞങ്ങൾ കയറുകയാണ്. വേറെ 2-3 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറുകയാണ്. എൻ്റെ ജീപ്പിൽ കയറിയിട്ട് അവിടെ പകുതി വരെ ജീപ്പ് കൊണ്ടുപോകും. പിന്നെ അവിടെ നമ്മൾ ബാക്കി നടക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്ഥലമാണ്. നല്ല കാറ്റും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് കുറേ നാളെ വിചാരിക്കുന്നത് അങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അത് പറ്റിയത്.
ആ പറയണക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഗുണാക്കേത് മതി ഇഷ്ടമില്ല അല്ലെ അവിടെ മൂല്യം ഉണ്ടല്ലോ ഹൈറ്റ് അത് ചെറിയ അങ്ങോട്ട് നോക്കി പോയി ഇത് ഞാൻ അടിക്ക് ഇറങ്ങിയ കാണുന്നത് നാട്ടത്ത് ഞങ്ങളവിടെ എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചടിയിരിക്കാൻ ഇറങ്ങി. അവിടെ എന്താ പറയുക, അവിടെ ചെന്നിരുന്നു. അടിയിൽ എന്താ ജീപ്പ് വരും നമുക്ക് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് ജീപ്പ് വരും. അപ്പോൾ അതിനായിട്ടൂടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീപ്പ് വന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ജീപ്പ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ അവിടേക്ക് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. കുറച്ച് കുടിച്ചിട്ട് ഞങ്ങളവിടുന്ന് നേരെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലെത്തി. അവിടെ നമ്മളിതുപോലെ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അവരെ ജീപ്പിൽ നമ്മൾ ട്രക്കിങ്ങിനായിട്ട് കൊണ്ടുപോവാണ്. അവിടെ നിന്ന് തന്നെ 2-3 സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകും. എനിക്ക് സ്ഥലത്തിൻ്റെ പേരാണ്, മുനിയാറ ഗുഹ ഉണ്ട്, അതുപോലെ തന്നെ മലങ്കര ഡാമുണ്ട്. അങ്ങനെ 2-3-4 സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി. ഇത് വലിയ എന്താ പറയുക, ഒരു കാര്യമായിട്ട് തോന്നിയില്ല. ഇതിലും നല്ലത് നമുക്ക് ഇല്ലിക്കൽ കല്ലുണ്ടായിരുന്ന സംഭവം തന്നെയാണ്. ഇവിടെ ഇലകൾ വീഴില്ല എന്നാണ് അവർ പറയണത്. അതാണ് ഇങ്ങനെ ഒരു പേര് വന്നാണ് അവർ പറയണത്.
ഞങ്ങളൊന്നും പറയാം. ഓടല്ലേ ഓടല്ലേ. മലങ്കരടാ. കുട്ടികള് അടിപൊളി എല്ലാ കുടിവെള്ളമുള്ളത്. ഇവിടെ വണ്ടി നിർത്തിയാലും അറിയാം അവിടെ ആ ദൂരത്ത് കണ്ട ആ ദൂരത്ത് ഇങ്ങനെ പോവാ. ഞാൻ വണ്ടി എടുത്ത് പോട്ടെ കോളേട്ടാ അവിടെ കല്ല് കോളൂരാ. അമ്മോ എന്താ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇലവീഴാപ്പൂഞ്ചിറ വന്ന് വാഗമൺ എത്തി. വാഗമണ്ണ് ഫസ്റ്റ് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളിലേക്കൊന്നും കയറാൻ പോകാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് വന്ന് ഫോട്ടോ എടുത്ത് പോയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ കയറാമെന്ന് ചോദിച്ചു ഫസ്റ്റ് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വണ്ടി സൈഡിലൊക്കെ നിർത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ആ പൈൻ ഫോറസ്റ്റിലേക്ക് കയറി. അവിടുന്ന് പൈൻ ഫോറസ്റ്റിൽ നിന്നൊക്കെ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ നോക്കുന്നത് തങ്ങൾപ്പാറയാണ്. തങ്ങൾപ്പാറയിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി ഉള്ള വിശേഷം ഞങ്ങൾ നാളത്തെ വീഡിയോയിൽ ഇടാം. ഇനി അതും കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക വലിയ വീഡിയോ ആയി പോകും.
നിങ്ങൾക്ക് മടുക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എത്ര ഇന്നത്തെ വീഡിയോയിൽ ഇടണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പോകാത്തവരുണ്ടെങ്കിൽ ഇല്ലിക്കൽ കല്ല് ഇല്ല വിലപ്പൂഞ്ചിലൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. മഴക്കാലത്താണ് അവിടെ പോകേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. തങ്ങൾപ്പാറ നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റ്.